ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂർ സ്പെഷ്യൽ ടൊമാറ്റോ ബാത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. എല്ലാം കൂടെ കുക്കറിൻ്റെ അകത്തിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ബാത്ത് റെഡിയാകും. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. കറിയൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല സുഖമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ടൊമാറ്റോ ബാത്ത് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് സോന മസൂരി അരിയാണ് എടുക്കുന്നത്. ബാസ്മതി അരി കൊണ്ടോ ഇല്ലെങ്കിൽ ജീരകശാല റൈസ് കൊണ്ടോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് 2 കപ്പ് സോന മസൂരി അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഒരു 10 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് ഇടാം. അരി കുതിരുന്ന സമയം കൊണ്ട് നമുക്കിതിന് പെട്ടെന്നൊരു മസാല റെഡിയാക്കി എടുക്കാം. ആ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി ഇതുപോലെ നമുക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 തക്കാളിയും കൂടെ വേണം. ഒന്നിച്ചൊരു 5 തക്കാളി വേണം ഈ ടൊമാറ്റോ ബാത്ത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ 2 തക്കാളി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു വലിയ സവാളയുടെ 1/4 ഭാഗം ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, ഇതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയ ഏലക്ക, ഒന്നും കൂടി പോകരുത്, ഇത്രയും തന്നെ ആകാൻ പാടുള്ളൂ. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ പെരുംജീരകവും 1/2 സ്പൂൺ ജീരകവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട, തക്കാളിയുടെ വെള്ളം തന്നെ മതി നമുക്ക്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, പിന്നെ 2 പച്ചമുളക് ഞാൻ നടുവേ പൊളന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ തക്കാളിനെ ഇതുപോലെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുത്തിട്ട്, പിന്നെ വലിയ സവാളയുടെ 1/4 ഭാഗം എടുത്തുള്ള അതിൻ്റെ ബാക്കിത്തെ സവാളയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീഫും നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ല ബ്രൗൺ കളർ ആകണമെന്നൊന്നുമില്ല, ഒന്ന് ആ സവാളയൊക്കെ ഒന്ന് വാടി ആ മസാലയുടെ ഒക്കെ ഒന്ന് ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയുടെ ഇലയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഇലകളൊക്കെ ഒന്ന് വഴന്ന് നല്ലൊരു സ്മെല്ല് വരും. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ മസാലകളെല്ലാം നമ്മൾ പച്ചക്കാണ് അരച്ചത്. അപ്പോൾ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു സ്മെല്ല് വരുന്നവരെ, ഈ മസാലയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നവരെ നമ്മളിതൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പം ഇനി നമ്മളിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ആ മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വഴി നന്നായിട്ട് വഴറ്റി കളറൊക്കെ ഈ ഒരു കളറിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ഒരു 3 ചെറിയ തക്കാളിയും നമ്മൾ ഇതുപോലെ വലിയ കഷ്ണമായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി അധികം അങ്ങ് ഉടഞ്ഞു പോകണ്ട, ഇതുപോലെ കഷ്ണമായിട്ടിരുന്നാലാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാൻ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല വെള്ളം കൂടെ മിക്സ് ആവണം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ മസാലയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പം നമ്മൾ കഴുകി കുതിർക്കാനിട്ടിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ, വെള്ളം ഇല്ലാതെ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ അരിക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് കൂടിപ്പോവും. അപ്പം അരി ഇച്ചിരി കുഴഞ്ഞു പോകും. അത് കാരണം ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിളച്ച് അരി ഒരു 1/4 ഭാഗം വേകണം. കൂടുതലല്ല, ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കുക്കറിൻ്റെ കവറ് ക്ലോസ് ചെയ്ത് ഒരൊറ്റ വിസിൽ
ഇത് കണ്ട അരിയൊക്കെ ഒരു കാൽ ഭാഗം ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ആ മസാലയും ഇതെല്ലാം താഴെ ഭാഗം വരെ പോകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾക്ക് ഇത് കവർ ചെയ്ത് ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വിസിലടിക്കാൻ പാടില്ല, ഒറ്റ വിസിൽ മാത്രമേ നമ്മളിതിൽ അടിക്കാൻ പാടുള്ളൂ. ഒറ്റ വിസിൽ കഴിഞ്ഞ് കുക്കറൊക്കെ ഒന്ന് തണുത്ത് കുക്കറിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ കുക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പറായിട്ടുള്ള ടൊമാറ്റോ ബാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുക്കർ തുറക്കുമ്പോൾ എന്നാ ഒരു സ്മെല്ലാണെന്നറിയാമോ, ഇത് നമ്മൾ ബിരിയാണിയൊക്കെ മാറി നിൽക്കും അതുപോലെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചൂടോടുകൂടെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് തൈര് സലാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഞാനിപ്പം ഇന്ന് ഈ ഡിന്നറിനാണ് ഇത് റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി കേർഡ് സലാഡ്, തൈരും സലാഡ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.